ഹായ് ഗായ്സ്, ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ലിപ് ബാം ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ടോണറാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ഏതോ ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് തന്നതാണ്. പക്ഷേ റോസ് വാട്ടറിൻ്റെ അത് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ നിയാസിനമൈഡ് സീറമാണ്, പിൽഗ്രിമിൻ്റെ 10% നിയാസിനമൈഡ് സീറമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീറമാണ്. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, ആക്നീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ എനിക്ക് നന്നായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്ത ശേഷം. അത് നന്നായിട്ട് നമ്മുടെ സ്കിൻ അബ്സോർബ് ആക്കിയ ശേഷം ഞാൻ നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതും ഞാൻ ഡെയിലി പുറത്തൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഇതിടുമ്പോഴത്തേക്കും നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഒരു സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എൻ്റെ ഈ ഒരു വീഡിയോയിൽ അതങ്ങ് മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് വെയിൽ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് കുറച്ചേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ അധികം നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഫൗണ്ടേഷനും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫേസിൽ ഡോട്ട് ചെയ്ത് കൊടുത്ത ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഡെയിലി പുറത്ത് പോകുന്ന സമയത്ത്, ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് BB ക്രീംസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പം ആക്ച്വലി അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഈവൻ ഞാൻ ടാൽക്കം പൗഡർ പോലും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ ഫേസിൽ. ടാൽക്കം പൗഡർ പൊതുവേ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ എന്തെങ്കിലും പരിപാടി വരുവാണെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ അങ്ങനെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അത് തന്നെ എനിക്ക് നല്ലപോലെ സുഖമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. പിന്നെ ഓവർ ആവുകയാണെങ്കിൽ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുക്കും. പിന്നെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ലൈറ്റായിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മറ്റേ എന്താ പറയുക, മീശ മാധവൻ സിനിമയിലെ ജഗതിൻ്റെ ആ ഒരു ഐബ്രോ പോലെ ആവണ്ടെന്ന് കരുതിയിട്ട് ഭയങ്കര ലൈറ്റായിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ആർഭാടമാക്കണ്ട എന്ന് കരുതി അങ്ങനെ ഐബ്രോയും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാനങ്ങനെ കണ്ണങ്ങനെ എഴുതാറില്ല. ജസ്റ്റ് ഈവൻ ഞാൻ കണ്ണിൻ്റെ അടിയിലും എഴുതാറില്ല, മുകളിലും അങ്ങനെ എഴുതാറില്ല. ഭയങ്കര മടിയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിലൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. ശേഷം ഞാൻ ഐലൈനറും കൂടെ ജസ്റ്റ് ഒന്ന് വിങ് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഇന്നത് ഒരുങ്ങിയപ്പോഴത്തേക്കും കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കാജൽ വെച്ചിട്ട് വാട്ടർ ലൈൻ്റെ അവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് പോർഷൻ വരെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് കാണണ്ടേ. അപ്പോൾ ഇതാണ്, ഹാഫ് സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെറ്റ് സാരി വാങ്ങിച്ചിട്ട് അതിൽ വെച്ചിട്ട് സ്കേർട്ടും ബ്ലൗസും അങ്ങ് അടിച്ചു. പിന്നെ ഒരു ദുപ്പട്ട സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ദുപ്പട്ടയിൽ ആദ്യമേ ഞാൻ തലേ ദിവസം ഞാൻ പിന്നൊക്കെ കുത്തിയിട്ട് ഡ്രൈപ്പ് ചെയ്ത് ഒരു കണക്കിന് ഞാൻ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണല്ലോ. ഈ അടുത്താണ് ഞാൻ സാരിയൊക്കെ ഉടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ യൂഷ്വലി കെട്ടുന്ന ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മുന്നേ കാണിച്ച ഗെറ്റ് റെഡിയിലൊക്കെ ഞാൻ കെട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഇന്നും ഞാൻ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ ഇത് നമ്മളുടെ ബ്രാൻഡിൻ്റെ, എൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. ചോക്കർ നെക്ലേസ്, റൂബി ചോക്കറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സിമ്പിളാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആക്ച്വലി സ്റ്റഡഡ് ഇയറിംഗ് ഉണ്ട്. പക്ഷേ എനിക്ക് സ്റ്റഡ് ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഔട്ട്ഫിറ്റിനും കൂടെ മാച്ച് ആയിട്ടുള്ള ഒരു ഇയറിംഗ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. കുറേ പഴയ ഒരു ഇയറിംഗ് ആണ്. അതിൻ്റെ ബാക്കിലുള്ള ബട്ടനൊക്കെ മിസ്സായിട്ട് പിന്നെ അതങ്ങനെ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സമയമില്ലായിരുന്നു ഒട്ടും. വേഗം റെഡി ആയിട്ട് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുപ്പിവളയും കൂടെ ഇട്ട് കൊടുത്തു. ഒരു കയ്യിൽ വാച്ചും കൂടെ കെട്ടി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. എനിക്ക് ഉടുത്തപ്പോഴത്തേക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.